കല്യാണം വിളിക്കാൻ വന്നു ഇന്നലെ അപ്പോൾ ഡയാലിസിസ് ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. നിങ്ങൾ പുറത്തു പോയി എറണാകുളത്ത് പോയിട്ട് പിന്നെ എനിക്കൊരു കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു. മകന്റെ മനോജ് സാമിന്റെ മകൻ ചാക്കോപ്പിയുടെ അതിന്റെ അറിയാൻ പോയി പറഞ്ഞിട്ട് വന്നതാണ്. ഇന്നിപ്പോ പ്രസവിച്ചെന്ന് പറഞ്ഞു അങ്ങനെ പോയതാണ്. എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ശബ്ദമൊക്കെ പഴയ മുതലായി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പഴയ മുതലായി. എനിക്കെന്തോ മാറ്റമുണ്ട്. മുല്ലപ്പെരിയാറിന്റെ പേരിൽ പിന്നെ മുല്ലപ്പെരിയാർ ബോയ്സ് അല്ലെങ്കിൽ കേരള ബോയ്സ് അത് പറഞ്ഞ ഞങ്ങളൊരു ചാരിറ്റബിൾ സൊസൈറ്റി ഓഫ് രജിസ്ട്രിയിൽ മുല്ലപ്പെരിയാറുമായിട്ടൊരു കേസ് ഫയൽ ചെയ്യാം. ഞാൻ സാറെ അടിച്ചോണ്ട് പോകുക. മുല്ലപ്പെരിയാറിന്റെ പേര് കൊണ്ടുവന്നതാണ് മറ്റേ ആ കുഴപ്പമില്ല. അങ്ങനെയല്ലേ ഇപ്പൊ കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ടുണ്ടല്ലോ അങ്ങനെ ലാസ്റ്റ് പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ അവരെ കാണിച്ചത്. അവൻ പറഞ്ഞു എനിക്ക് മുല്ലപ്പെരിയാർ ചീഫ് സെക്രട്ടറിയായിട്ട് സംസാരിക്കണം. വിഷയം എന്താണെന്ന് മനസ്സിലായില്ല. ഇത്രയും വലിയൊരു വിഷയം മുല്ലപ്പെരിയാർ സെക്രട്ടറിയായിട്ട് സംസാരിച്ച് ഈ വിഷയം സെറ്റിൽ ചെയ്യാമെന്നാണ് നാം ധരിച്ചിട്ടിരിക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് പോലും കൂടിയാൽ നടക്കാത്തൊരു കാര്യമാണ്. സെൻട്രൽ ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഒന്നും നടക്കില്ല. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് കേസ് വേണ്ടത്. വലിയൊരു കാര്യമാണ്. അതൊരു വലിയ സഹായമാണ്. പക്ഷേ റീഇംബേഴ്സ്മെന്റ് നമുക്ക് മെഡിക്കലിൻ്റെ ഈ സർക്കാരിൻ്റെ മെഡിക്കൽ വാല്യുവേഷൻ DMO